ബംഗാളിൽ നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പാണ്. 29-ാം തീയതിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 294 സീറ്റുകളാണ് ബംഗാളിലുള്ളത്. ഇതിൽ 152 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട്, മുഖ്യ എതിരാളികൾ ആരൊക്കെയാണ്? അത് കഴിഞ്ഞ പോലെ തന്നെ BJPയും TMCയും തമ്മിലാണ് മത്സരിക്കുന്നത്. CPMും കോൺഗ്രസും എല്ലായിടത്തും CPM ഒരു മഴവിൽ സഖ്യമായി SDPI ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ചില പോക്കറ്റുകളിലെങ്കിലും ഒരു 5-6 സീറ്റുകൾ നേടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുർഷിദാബാദിലാണ്. മുർഷിദാബാദിലെ ചില പോക്കറ്റുകളിൽ കോൺഗ്രസിന് ശക്തിയുണ്ട്. അവിടെ ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരി ഇവിടെ മത്സരിക്കുന്നുണ്ട്. നേരത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം 3 പതിറ്റാണ്ടിന് ശേഷം ബംഗാളിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയാണ്. മമതാ ബാനർജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ മുഖം തന്നെയാണ് അധീർ രഞ്ജൻ ചൗധരി. ഇവിടെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വന്ന് ഉയർത്തിവിട്ടത്. ആദ്യം സ്ത്രീ സുരക്ഷ എന്നുള്ളത് തന്നെയായിരുന്നു കാര്യം. RGKR മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം, അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കൊൽക്കത്തയിലും ബംഗാളിലും ഉണ്ടായത്. അതുകൊണ്ട് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒരു തരത്തിലുള്ള ഒരു സുരക്ഷയും ഇല്ലാത്ത സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആരോപണം. ഏറ്റവും ഒടുവിൽ ആരോപിച്ചത് ഇത് കൂടെ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ട്, അവരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. സാധാരണ ഇപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന വിഷയം, ആഭ്യന്തര വിഷയങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ലോക്സഭയിലെ മത്സരം പോലെ തന്നെ ബംഗാളിലാണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഈ അതിർത്തിയിൽ നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ മമതാ ബാനർജി പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ സുരക്ഷിതത്വം നിലനിർത്തണമെങ്കിൽ BJP അധികാരത്തിൽ വരണം എന്നുള്ള ഒരു നരേറ്റീവാണ് അവർ മുന്നോട്ട് വെച്ചത്. പിന്നീട് ഏറ്റവും ഒടുവിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വനിതാ സംവരണ ഭേദഗതി ബില്ല് തോൽപ്പിക്കാനായി കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നത് TMC ആണ്. അതുകൊണ്ട് വനിതകൾക്കെതിരാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനെല്ലാം കൃത്യം കമ്പോട് വിമർശിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന ഒരു മമതാ ബാനർജിയാണ് നാം ഇവിടെ കാണുന്നത്. മമതാ ബാനർജി പറയുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് വനിതകൾക്ക് നൽകിയിരിക്കുന്നത് TMC ആണ്. മാത്രമല്ല ഒരു ശതമാന കണക്കെടുത്താൽ പോലും ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ MPമാരുള്ളത് TMCക്ക് തന്നെയാണ്. ഏറ്റവും കുറവ് കോൺഗ്രസിനേക്കാളും കുറവാണ് ശതമാന കണക്കിൽ എടുത്തു വരുമ്പോൾ BJP വനിതാ MPമാരുടെ കണക്ക്. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് വനിതാ സംവരണം എന്താണെന്നോ വനിതകൾക്കുള്ള ശാക്തീകരണം എന്താണെന്നോ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത് സീറ്റ് വർധന, ഡീലിമിറ്റേഷൻ വഴി കമ്മീഷൻ സ്ഥാപിക്കുന്ന വഴി സീറ്റ് വർധനയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 850ലേക്ക് ഉയർത്തുക 543-ൽ നിന്നും. അങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഒരു കാരണവശാലും അംഗീകരിക്കാത്തത്. അതേസമയം 543 സീറ്റുകളിൽ വനിതാ സംവരണം 33% വനിതാ സംവരണം നൽകിയാൽ TMC അംഗീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മമതയെ പലപ്പോഴും ഒരു പരിഹാസ രൂപേണയാണ് ദീദി എന്നുള്ളൊരു വിളി ഇവിടെ നരേന്ദ്രമോദി ആയാലും അമിത്ഷായും പറയുന്നത്. ഈ പരിഹാസം ഒരു ബംഗാളികൾക്ക് എതിരായിട്ടുള്ളൊരു പരിഹാസമാണ് എന്നുള്ളൊരു കാര്യമാണ് മമത പറയുന്നത്. മാത്രമല്ല ഇതാണ് സ്ത്രീകളോടുള്ള ഇവരുടെ ഒരു പെരുമാറ്റം. അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീ വോട്ട് നൽകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയിലായാലും ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ബീഹാറിലായാലും അവർ വാഗ്ദാനം ചെയ്തിരുന്നത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ബംഗാളിലാവട്ടെ മമതാ ബാനർജി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് തുക നൽകുന്ന ഒരു പദ്ധതി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകിയുള്ള ഒരു വോട്ട് കിട്ടില്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി പറയുന്നത്. അങ്ങനെ TMCയും BJPയും തമ്മിലുള്ള വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഈ വനിതാ ഭേദഗതി ബില്ലൊന്നും ഇവിടെ ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല എന്ന ഒരു ശക്തമായിട്ട് തന്നെയാണ് മമതാ ബാനർജി പറയുന്നത്. മാത്രമല്ല ഇവിടെ മമതാ ബാനർജിയും അവരുടെ MPമാരും പറയുന്നത് BJP അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ അടുക്കളയിലേക്ക് കയറി വരും, നിങ്ങളുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കും, നിങ്ങൾക്ക് അവരുടെ ബംഗാളികൾക്ക് കേരളത്തിലെ ആളുകളെ പോലെ തന്നെ മത്സ്യവും ചോറുമാണ് അവരുടെ പ്രധാനപ്പെട്ട ആഹാരം. അങ്ങനെ മത്സ്യം പോലും കഴിക്കാത്ത അവസ്ഥയുണ്ടാകും. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഏതെങ്കിലും വിശിഷ്ട ദിവസങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മത്സ്യങ്ങളും മാംസവും ഒക്കെ വിൽക്കുന്ന സ്റ്റോളുകൾ അടച്ചിടണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട്
ഒരു കാരണവശാലും ബി ജെ പിയെ ഇത്തരത്തിലുള്ള ബംഗാളിലേക്ക് കടത്തിവിടാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാളത്തെ വോട്ടിൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നേരത്തെ ഈ ഉത്തര ബംഗാൾ, മധ്യ ബംഗാൾ, മാൽഡ, മുർഷിദാബാദ് എന്നീ മേഖലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ സീറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് സംഭാവന ചെയ്തത് ഈ ജില്ലകളായിരുന്നു. അതായത് 8 ജില്ലകളിൽ നിന്നാണ് 25 MLA-മാരെ തന്നെ ബി ജെ പിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇവിടെ ഗൂർഖാലാൻഡുണ്ട്, ഡാർജിലിംഗ്, ആ ഗൂർഖാലാൻഡ് പ്രത്യേക സംസ്ഥാനമായി തന്നെ രൂപീകരിച്ച് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഗൂർഖാലാൻഡിനെ അനുകൂലിക്കുന്നവർ, അത് ആവശ്യപ്പെടുന്നവർ പറയുന്നത്. ഗൂർഖാലാൻഡിന് വേണ്ടി ആവശ്യം ഉയർത്തുന്നവർക്ക് ഒരു കാരണവശാലും വീണ്ടും സമരം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള കൃത്യമായ ഒരു മറുപടി ഇപ്രാവശ്യം ഉണ്ടാകും. മാത്രമല്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം അദ്ദേഹം 2 മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തു. അതിലൊന്നും മമതാ ബാനർജി അവരുടെ പ്രതിനിധിയെ അയക്കാത്തത് കൊണ്ടാണ് ഈ ഗൂർഖാലാൻഡ് പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അമിത്ഷാ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗൂർഖാലാൻഡിനെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ അത് ബി ജെ പി പെട്ടിയിലാക്കാൻ വേണ്ടിയാണ്, അവരുടെ ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇവിടെ പ്രചരണം നടക്കുന്നത്. നാം പലപ്പോഴും അമിത്ഷായുടെ യോഗത്തിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. അവിടെ പ്രധാനമായും ഗൂർഖാലാൻഡിനെ അനുകൂലിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരാണ് കൂടുതലും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണം ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2500 കമ്പനി കേന്ദ്രസേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. 1100ഓളം പേരെയാണ് മുൻകൂട്ടി തന്നെ തടവിൽ വെച്ചിരിക്കുന്നത്. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് ഇത്തരത്തിലുള്ള തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇത് മമതാ ബാനർജിയുടെ പറയുന്നത് TMC-കാരെയാണ് കൂടുതലും ഇതുപോലെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്, BJP-കാരെ കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ള ഒരു വാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇന്ന് രാത്രി മുതൽ ഈ ഇരുചക്ര വാഹനങ്ങൾ പോലും പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മദ്യം കുറേ ദിവസത്തേക്ക് തന്നെ നിരോധിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള നിശബ്ദ പ്രചരണം തുടങ്ങുന്ന ദിവസം മുതലാണ് വോട്ടെടുപ്പ് വരെയാണ് നിരോധിക്കാറുള്ളത്. പക്ഷേ ഇനി 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞായിരിക്കും ഇവിടെ മദ്യശാലകൾ തുറക്കുകയുള്ളൂ. അങ്ങനെ വലിയ കടുത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഒരു അക്രമ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അക്രമങ്ങളെ അടിച്ചൊതുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ആയുധങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദി അത് നേരത്തെ പൂഴ്ത്തിവെച്ചത് പരിശോധനയിലൂടെ പുറത്തു കൊണ്ടുവരാതിരുന്ന പോലീസ് സ്റ്റേഷൻ SHO-മാരാണ്. അതുകൊണ്ട് അവർക്കെതിരെ കൂടി നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കേന്ദ്രസേന ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല, ഷെല്ലുകളെപ്പോലും തടയാൻ കഴിയുന്ന തരത്തിലുള്ള കവചിത വാഹനങ്ങളുമായിട്ടാണ് കേന്ദ്രസേന ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ബാക്കി നിൽക്കുന്നത്.